അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി അവരുടെ സ്ഥാപനത്തിൽ ബിജെപിയുടെ നേതാക്കന്മാർ വരികയും ബിജെപിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് കുരുവട്ടൂരികൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടു. ആ പ്രസംഗത്തിൽ അവർ നടത്തിയ പരാമർശങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പല ആളുകളും വീഡിയോസ് ചെയ്തു. നമ്മുടെ ചാനലിലും വീഡിയോസ് വരികയുണ്ടായി. ഇതെല്ലാം കണ്ട് കലിയിളകിയ, അന്ന് അവിടെ ബിജെപിക്ക് വേണ്ടി ഒശാന പാടിയ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ മൈക്കയായിട്ട് പ്രവർത്തിക്കുന്ന തൊഴിയൂർ കുഞ്ഞമ്മദ് എന്ന് പറയുന്ന ആൾക്ക് ഇതെല്ലാം കേട്ട് വീണ്ടും കലിവുണ്ട്. അദ്ദേഹം വിഡ്ഢിത്തങ്ങളുടെ ഘോഷയാത്ര തന്നെ നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം. സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നീക്കിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാരുടെ വഴിയെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിച്ച് അതിനുശേഷം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും ബഹുസ്വരത നിലനിർത്താനും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിക്ക് കരുത്തു പകരണം എന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് മതപരമായോ ഇന്ത്യ രാജ്യത്തിന്റെ നിയമപരമായോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കാൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കാൻ, ഒരു പ്രസ്താവന ഇറക്കാൻ ആണായി പറന്ന AP സമസ്തക്കാരുണ്ടോ? ഇറക്കിങ്ങള് ബാക്കി നമുക്ക് അപ്പൊ നോക്കാം. നിങ്ങൾ ആരോടാ കളി? മശായിഖന്മാരെ മക്കളോടോ? എടോ, മതപരമായി ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മുടെ കുഞ്ഞായ്മതിന്റെ കേള് നിങ്ങൾ കേട്ടില്ലേ? അയാളുടെ പ്രസംഗത്തിനെതിരെ ആളുകൾ പ്രതികരിച്ചപ്പോ ഉണ്ടായ അദ്ദേഹത്തിന്റെ കോപം, അതാണ് അവിടെ ആ വാക്കുകൾ നമ്മൾ കാണുന്നത്. അട്ടഹാസവും വെല്ലുവിളികളുമെല്ലാമാണ്. ഇന്ത്യയിലെ ഇപ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രേഷ്മ, അതുപോലെ തന്നെ ഗോവിന്ദച്ചാമി, ഇവരുടെ വിഷയത്തിൽ ഇവർക്ക് വേണ്ടി ആളൂര് വക്കീല് ഇടപെടുകയും ആ ആളൂര് വക്കീല് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയുകയും, എന്നിട്ട് ആളൂര് വക്കീല് ചോദിക്കുകയാണ്, അവരെ ഞാൻ രക്ഷപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കോ അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമവ്യവസ്ഥയ്ക്കോ എതിരാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചാൽ അതേ അവസ്ഥ തന്നെയാണ് ഈ തൊഴിയൂരുകാരൻ കുഞ്ഞമ്മദിനോടും നമുക്ക് പറയാനുള്ളത്. കുതിരവട്ടത്തേക്ക് വിടാനേ പറ്റൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ വെല്ലുവിളി. സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായിട്ട് പോസ്റ്റ് ഇടുക. കാരണം അവരുടെ ഔദ്യോഗിക സ്ഥാനം ഫേസ്ബുക്കിലാണ് ഈ കുരുവട്ടൂരികളുടെ ഇതൊക്കെ. അതുകൊണ്ടാണ് ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനൊക്കെ പറഞ്ഞത്. ഇത്തരം വിഡ്ഢിത്തങ്ങളുമായിട്ടാണ് നമ്മളുടെ കോമാടനും അനുയായികളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.